Hi friends, welcome back to my channel Tins Handworks. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്തു കാണിക്കുന്നത് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ്. കാശ്മീരി ബോൾസ് ആണ് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷനിലും സ്ലീവ്സിലുമാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷനിൽ ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലെ ഒരു സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് രണ്ട് സ്ലീവ്സിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ യോക്ക് പോർഷനിലായിട്ട് ഇതുപോലെ ബോക്സ് ടൈപ്പിൽ നമ്മൾ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ബോക്സ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലൊരു ഡിസൈൻ വരച്ചെടുക്കാൻ കഴിയും. ഇതുപോലുള്ള 6 ചതുരങ്ങളാണ് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഈ ഔട്ടർ ലൈനോട് ചേർന്നിട്ടാണ്. ഈ ഔട്ടർ ലൈനോട് ചേർന്ന് വന്നിരിക്കുന്നത് ട്രയാങ്കിൾസ് ആണ്. ഈ ഒരു ചതുരത്തിനെ ഹാഫ് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടത് 2 കളേഴ്സിലുള്ള ത്രെഡ്സ് ആണ്. എപ്പോഴും കാശ്മീരി ബോൾസ് ചെയ്യാൻ നേരം ഇതുപോലുള്ള 2 കളേഴ്സ് എടുത്ത് ചെയ്യായിരിക്കും കാണാൻ കൂടുതൽ ഭംഗി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെറിയ സൈസ് വൈറ്റ് കളർ ബീഡ് വേണം. പിന്നെ നീഡിൽ. ഫസ്റ്റ് നമ്മൾ കാശ്മീരി ബോൾസ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്നായിട്ട് നീഡിൽ നമുക്ക് താഴത്തുനിന്ന് ഇതുപോലെ എടുക്കണം. ഇതുപോലെ എടുക്കുക. പിന്നീട് ഈ വന്ന ബോക്സിൻ്റെ ഈ ഒരു കോർണറിലോട്ടായിട്ട് ഫസ്റ്റ് ത്രെഡ് കുത്തി എടുക്കുക. പിന്നീട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് നീഡിലെടുക്കുക. പിന്നീട് ഇങ്ങോട്ട് ഈ ലൈനിൻ്റെ സെൻറ്ററിലോട്ട് ഇതുപോലെ എടുക്കണം. പിന്നീട് ഈ കോർണറിലോട്ട് ഈ ബോക്സ് നമുക്ക് അതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാ കോർണറിലോട്ടും അതുപോലെ തന്നെ ലൈൻസിൻ്റെ സെൻറ്ററിലോട്ടും ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ലൈൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസൈൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ നീഡിലെടുക്കുക. മുന്നേ ചെയ്തിട്ടുണ്ട് വോവൻ റോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെത്തേഡാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ എടുത്ത ത്രെഡില്ലേ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു ലൈൻ, ആ ലൈനിൻ്റെ മേലെ കൂടെ എടുക്കുക. ഇതുപോലെ എടുക്കുക. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലൈനിൻ്റെ താഴത്തു കൂടെ എടുക്കുക. ഇതുപോലെ നെക്സ്റ്റ് താഴത്തു കൂടെ, നെക്സ്റ്റ് ലൈനിൻ്റെ മേലെ കൂടെ. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു റിങ് വരുന്ന തരത്തിൽ നമുക്ക് ഇതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം. അടുത്തായി നമുക്ക് ഈ വന്നിരിക്കുന്ന ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലുള്ള വൈറ്റ് കളർ ബീഡ് വെച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ ചെയ്തത് വോവൻ റോസ് ആണ്. നമ്മൾ ചെയ്യുന്നത് കാശ്മീരി ബോൾസ് ആണ്. ഈ ഓരോ ലൈൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ കാശ്മീരി ബോൾസ് ചെയ്യുന്നത്. കാശ്മീരി ബോൾസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ലൈൻ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നീഡിലെടുക്കുക. പിന്നീട് ഈ ത്രെഡിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ചുറ്റാൻ നേരം കറക്റ്റായിട്ട് ത്രെഡ് ചുറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ നീഡിൽ എടുക്കുക. പിന്നീട് ഈ ലൈനില്ലേ ഈ ഒരു ലൈൻ, ആ ലൈനിൻ്റെ താഴത്തു കൂടെ എടുക്കുക. പിന്നീട് ഈ ലൈനിൻ്റെ ഇതിൽ താഴത്തു കൂടെ ഇങ്ങനെ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഓരോ ഈ വന്നിരിക്കുന്ന ലൈനിൻ്റെ താഴത്തു കൂടെയാണ് നമ്മൾ എപ്പോഴും
ത്രെഡ് ചുറ്റിച്ചെടുക്കേണ്ടത്. എത്ര സൈസുള്ള കാശ്മീരി ബോൾസാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇതിപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴത്തു കൂടെ എടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ഈ അറ്റത്തായിട്ട് നമുക്കൊരു ബീഡ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് നമ്മൾ ബീഡ് വയ്ക്കുന്നില്ല, ഈ ഒരു അറ്റത്തായിട്ടാണ് നമ്മൾ ബീഡ് വയ്ക്കുക. ബീഡ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇങ്ങോട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ എല്ലാ ലൈനിൻ്റെ എൻഡിലും ഇതുപോലെ കാശ്മീരി ബോൾസ് ചെയ്തെടുക്കാം.